സാമിർ ധനികനായിരുന്നു. 2 മക്കളും ഒരു മകളും ഉണ്ടായിരുന്നു. എല്ലാവരും ഉന്നത വിദ്യാഭ്യാസം നേടി. അവരുടെ പഠനത്തിനായി ചെറുപ്പത്തിൽ സാമിർ വളരെയധികം പരിശ്രമിച്ചു. ഇപ്പോൾ അദ്ദേഹത്തിന് എല്ലാമുണ്ട്. വലിയ വീട്, കാർ, എല്ലാ സൗകര്യങ്ങളും. മക്കൾ വളർന്ന് ഉന്നത വിദ്യാഭ്യാസം നേടിയപ്പോൾ വിദേശത്തേക്ക് താമസം മാറി. സാമിറിന്റെ ഭാര്യ അന്തരിച്ചു. എല്ലാം ഉണ്ടായിട്ടും ഇപ്പോൾ അദ്ദേഹം ഏകാന്തതയുടെ രുചി അറിയുന്നു. വീട് വലുതാണ്, എന്നാൽ ശൂന്യമാണ്. ഓരോ മുറിയിലും ഓർമ്മകൾ മാത്രം. ഭാര്യയുടെ സ്പർശം അനുഭവപ്പെടുന്ന കിടപ്പുമുറി, മക്കൾ കളിച്ചുകൊണ്ടിരുന്ന കളിപ്പാട്ടങ്ങൾ നിറഞ്ഞു നിൽക്കുന്ന കളിമുറി, അവർ ഭക്ഷണം കഴിച്ചിരുന്ന ഡൈനിങ് റൂം, എല്ലാം ഓർമ്മകളുടെ നിറവിൽ നിറഞ്ഞു നിൽക്കുന്നു. സാമിർ ഇപ്പോൾ രാത്രികൾ ഭയപ്പെടുന്നു. വീട് വലുതാണെങ്കിലും അദ്ദേഹം ഒറ്റയ്ക്കാണ്. TV ഓണാക്കി വെച്ചാലും ശബ്ദം അദ്ദേഹത്തിന്റെ ഏകാന്തതയെ മറക്കാൻ പര്യാപ്തമല്ല. മക്കളുടെ ഫോൺ കോളുകൾ വരുന്നുണ്ട്. അവർ അന്വേഷിക്കുന്നുണ്ട്. എന്നാൽ അത് ഫോണിലൂടെ മാത്രമാണ്. അവരുടെ സ്നേഹം, അവരുടെ സാമീപ്യം അദ്ദേഹത്തിന് അനുഭവിക്കാൻ കഴിയുന്നില്ല. സാമിർ ഇപ്പോൾ ജീവിതത്തിന്റെ അർത്ഥം ചോദ്യം ചെയ്യുന്നു. ധനം, സമ്പത്ത്, എല്ലാ സൗകര്യങ്ങളും ഉണ്ടായിട്ടും അദ്ദേഹത്തിന് സന്തോഷമില്ല. അദ്ദേഹത്തിന് വേണ്ടത് അവരുടെ സ്നേഹം, അവരുടെ സാമീപ്യം, അവരുടെ കൂടെയുള്ള ഒരു സാധാരണ ജീവിതമാണ്. ഒറ്റമുറിയിലെ ഏകാന്തതയിൽ സാമിർ ഇപ്പോൾ നിറഞ്ഞു നിൽക്കുന്നു. ധനത്തിന്റെ മായും സമ്പത്തിന്റെ നിഷ്ഫലതയും അദ്ദേഹം തിരിച്ചറിയുന്നു.